ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്നല്ലേ, ചിക്കൻ ഐറ്റം ആണ് കേട്ടോ. നമ്മുടെ നോർത്ത് ഇന്ത്യൻ വിഭവമായിട്ടുള്ള ചിക്കൻ മുഗളായി ആണ്, അല്ലെങ്കിൽ മുഗളായി ചിക്കനാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് കഴുകി വൃത്തിയാക്കിയുള്ള ചിക്കൻ ആദ്യമായിട്ട് എടുക്കാം കേട്ടോ. മീഡിയം സൈസ് ചിക്കനാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുരുമുളക് പൊടി 2 സ്പൂൺ, അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഗുണം. നമ്മളിതിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചുകൊണ്ട് കുരുമുളക് എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നീട് ആകെ അരപ്പ് കൂട്ടുന്നതിന് മാത്രമാണ് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. ആ എരിവ് മാത്രമാണ് മുളക് പൊടിയുടേതായിട്ട് ഈ കറിയിൽ വരുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും. ഇത് കുരുമുളകിൻ്റെ സ്പൈസസിലാണ് കേട്ടോ കൂടുതലായിട്ടും ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കൊരു 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന കേട്ടോ നല്ലത്. ഞാനിവിടെ 1 മണിക്കൂറോളമാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രീമി സോസ് തയ്യാറാക്കാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ളത് കുറച്ച് തൈരാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് യോഗേർട്ടാണ്, പുളിയില്ലാത്ത യോഗേർട്ടാണ് നല്ലത് കേട്ടോ. 2-3 സ്പൂണോളം യോഗേർട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് 10-15 എണ്ണോളം കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഒരു ക്രീമി ടെക്സ്ചറിൽ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. മുഗളായി ചിക്കൻ മറ്റുള്ള ചിക്കൻ കറികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തന്നെ ഈ കൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് വേറൊരു ചട്ടി വെച്ചിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് ഒരു തക്കോലം, 2 കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 2-3 ഏലക്ക എന്നിവയായിട്ട് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത്. അതും ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള, ഒരു 2-3 സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്തിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നല്ല രീതിയിലൊന്ന് വാടി വരുന്നത് വരെ, ഒരു ബ്രൗൺ കളറായി വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ചേർത്ത് ഇളക്കാം. നമ്മുടെ ചിക്കനും സവാളയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണിനായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാല ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 3/4 സ്പൂണോളം നമുക്കിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പെരുംജീരകം ചൂടാക്കി പൊടിച്ച് വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സ്പൂണാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായിട്ട് ചിക്കനിൽ ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും തൈരും ചേർത്ത് അടിച്ച് വെച്ചിട്ടുള്ള ആ സോസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലാവശ്യമായിട്ടുള്ള വെള്ളം, നിങ്ങൾക്ക് ചാറ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർക്കാവുന്നതാണ്. അധികം വെള്ളം ചേർക്കേണ്ടതില്ല. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണിത് വരുന്നത്. ഒടുവിലായിട്ട് നമുക്ക് 3 പച്ചമുളക് കൂടി കീറിയിട്ടിട്ട് 15 മിനിറ്റോളം അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മുഗളായി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദോശയുടെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പവും പൊറോട്ടയുടെ ഒപ്പമൊക്കെ നന്നായി ചേരുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഇന്ന് തന്നെ പോയി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. താങ്ക്